ഈ മന്ത്രം ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻസിനെ കുറിച്ചുള്ള പഠനം, ആ തരംഗങ്ങൾ ഞാൻ സ്വന്തമായിട്ട് ഉച്ചരിച്ചപ്പോൾ തന്നെ ഉണ്ടായ ഇതിനെ കുറിച്ചൊക്കെ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ കാണിച്ചു തന്ന അല്ലെങ്കിൽ അത് മെഷർ ചെയ്ത ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്ത ഒരു അനുഭവം എനിക്ക് പണ്ടുണ്ടായിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ സത്സംഗമായി മാറുന്നു. അങ്ങനെയുള്ള മനസ്സുകളും സത്സംഗത്തിന് യോഗ്യമായിട്ട് മാറുന്നു. അപ്പൊ നമ്മളിവിടെ ഈ 1 മണിക്കൂർ ഇത്തരം ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു സത്സംഗം ചെയ്ത് കഴിയുമ്പോൾ അത് ആധ്യാത്മികമായി, ആദിഭൗതികമായി, ആദിദൈവികമായി നമുക്ക് പോസിറ്റീവായ രീതിയിലുള്ള ഒരു റിസൾട്ടാണ് പ്രധാനം ചെയ്യുക. വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്, അല്ലെ? വിത്ത് എന്ന് പറയുന്നതാണ് അതിന്റെ ധാതു, റൂട്ട്. വിത്തിൽ നിന്നാണ് വേദം. അറിയുക എന്നാണ്, ടു നോ എന്നാണ് വിത്തിന്റെ അർത്ഥം. അതിൽ നിന്നാണ് വേദം എന്ന വാക്കുണ്ടാകുന്നത്. വേദത്തിലൂടെയുള്ള യാത്രയാണ് വേദയാത്ര, അല്ലെ? വേദത്തിലൂടെയുള്ള അറിവിലൂടെയുള്ള യാത്ര. ആ വേദം അനന്തമാണെന്ന് നമ്മൾ പറയുമ്പോൾ, അനാദിയാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഋഗ്വേദവും യജുർവേദവും പോലുള്ള ആ ഗ്രന്ഥങ്ങൾ അനാദിയാണെന്നോ ഒന്നുമല്ല. പിന്നെയോ അറിവ്, സനാതനമായ ആ അറിവ് നമ്മളിൽ മനുഷ്യബുദ്ധി ഒരു പ്രത്യേക സമയത്ത് നമ്മൾ കണ്ടെത്തി, അല്ലെ? ഇപ്പോ ബൾബ് കണ്ടുപിടിച്ചത് എഡിസൺ ആണ്. എഡിസൺ ആ ഒരു ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ കണ്ടുപിടിച്ചു, അല്ലെ? പക്ഷെ ടങ്സ്റ്റൺ ഉണ്ടാക്കിയതല്ല, അത് കണ്ടെത്തിയതാണ്. ടങ്സ്റ്റൺ പണ്ടേ ഉണ്ട്, പക്ഷെ അതിനൊരു പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പ്രകാശമായിട്ട് മാറാം എന്ന് ലൈറ്റ് എന്ന് പറയുന്നതിനെ ഒരു സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് പറയുന്ന ഒരു കണ്ടെത്തൽ ഈ അടുത്ത കാലത്ത്. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാം കണ്ടെത്തി കഴിഞ്ഞൊന്നല്ല. 20ാം നൂറ്റാണ്ട് ഫിസിക്സിന്റെ ഒരു ഏറ്റവും വലിയൊരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് വിചാരിച്ചു ഇനി എല്ലാം ഏകദേശം ആയി, ബയോളജിയിലെല്ലാം ആയി എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ശരീരത്തിനകത്തുള്ള ഒരു അവയവം ഈ ഇടയ്ക്കാണ് കണ്ടുപിടിച്ചത്. ഇതുവരെ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു അവയവം, ശരീരത്തിനകത്തുള്ള ഒരു അവയവം ഈ ഇടയ്ക്ക് കണ്ടുപിടിച്ചു. അപ്പൊ എല്ലാം കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ഇതുവരെ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത പല സ്ഥലങ്ങളും ഇപ്പോഴും കണ്ടെത്തുന്നുണ്ട്. മനുഷ്യൻ ഇതുവരെ അറിവില്ലാത്ത ജീവികളെ ഇപ്പോഴും കണ്ടെത്തുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പുതിയ ജീവികൾ, പുതിയ ചില സ്ഥലങ്ങൾ ഖനനം ചെയ്തപ്പോൾ ഈയിടങ്ങളിലെ നമ്മൾ വാസുകി എന്ന് പറയുന്ന ഒരു സർപ്പത്തെ കണ്ടുപിടിച്ചത്, സർപ്പത്തിന്റെ ഫോസിൽ. സർപ്പം ഇന്ന് വരെ ലോകത്ത് ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സർപ്പമാണ്. 1000 കിലോയോ എന്തുമാണ് അതിന്റെ ഭാരമായിട്ട് കൺസിഡർ ചെയ്തത്. അതുവരെ ഇത്രയും വലിയൊരു സർപ്പം ഈ ലോകത്ത് ജീവിച്ചിരുന്നതായിട്ട് ആർക്കറിയില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയാനുള്ളത് ഇനി ഒരുപാട് കണ്ടെത്താനുണ്ട്. അപ്പൊ വേദം നമ്മൾ അനാദിയാണ്, അറിവിനപ്പുറമായ അനാദിയായ വേദത്തെ നമ്മൾ കണ്ടെത്തിയതാണ്. നമ്മളതിനെ കണ്ടെത്തി. അപ്പോ ആരെ കണ്ടെത്തിയത്? നമ്മുടെ ഋഷീശ്വരന്മാർ, അല്ലെ? ഋഷി ഭ്രാന്തദർശനമുള്ള ആളാണ്, കടന്നു കാണാൻ കഴിയുന്ന ആളാണ്. അങ്ങനെയുള്ള മഹർഷിമാർ വേദം കണ്ടുപിടിക്കുക. വിശ്വാമിത്രൻ ഗായത്രി കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് വിശ്വാമിത്രന് ദൃഷ്ടാവ് എന്ന് പറയുന്നത്, അല്ലെ? ഗായത്രി എഴുതിയ ആളല്ല, ഉണ്ടാക്കിയ ആളുമല്ല, കണ്ടെത്തിയ ആളാണ്, ദൃഷ്ടാവാണ്, അല്ലെ? ദൃഷ്ടാവ്. സീർ എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, സീർ, SEER, കാണുന്നവൻ. സി എന്നുള്ളത് കാണുന്നവൻ എന്നുള്ളത് വന്നതാണ്. ഈ കാഴ്ചയെ നമുക്കിപ്പോ ഗായത്രിയെ തന്നെ പശ്യന്തി എന്ന് പറയുന്ന ഒരു തലത്തിൽ ഗായത്രി ജപിക്കുന്നവർ മന്ത്രം കാണും. പര, പശ്യന്തി, വൈഖരി എന്നിങ്ങനെ പല രീതിയിൽ സ്വരങ്ങളുണ്ട്. പശ്യന്തിയിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മന്ത്രത്തെ കാണുന്നു, ഗായത്രിയെ നമ്മൾ കാണുന്നു. ഒരു മന്ത്രം കാണുക എന്നുള്ളത് ഒരു സാധകന് മാത്രം അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ്. മന്ത്രം കാണുക, മന്ത്രം കാണുക ഒരു ദേവിയെ കാണുന്നതല്ല. മന്ത്രം, ആ മന്ത്രം നമ്മളിൽ അത്രത്തോളം ആലോചനാമൃതമായി മാറുന്നു. ആലോചനാമൃതം,
ആലോചന, ലോചന എന്ന് പറഞ്ഞാൽ കണ്ണ്. കണ്ണിന് എന്താണോ വിഷയമാകുന്നത് അത് ആലോചന. ആലോചനാത്മകമായി ആന്തരിക ദൃഷ്ടിയിലെ തെളിയുന്നതാണ് പശ്യന്തി എന്ന് പറയുന്നത്. പിന്നെ ഒരു സ്റ്റേജ് കൂടിയാണ് സാധകൻ പോകുന്നത് പര. പരയിൽ മന്ത്രവും സാധകനും തമ്മിൽ ഒരു അദ്വൈതമായിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് ഒന്നായി മാറുന്ന ഒരവസ്ഥയാണ്. ഈ വേദം അറിവിനെ പണ്ട് തൊട്ട് ജ്ഞാനമായും കർമ്മമായും ഭക്തിയായും അഭ്യാസമായും ഒക്കെ തിരിച്ചിട്ടുണ്ട്. അതിനൊരു ജ്ഞാനഭാഗമുണ്ട്, ജ്ഞാനകാണ്ഡമുണ്ട്, കർമ്മകാണ്ഡമുണ്ട്. ഇപ്പൊ നമ്മുടെ സംഹിതകൾ, ഇപ്പൊ വേദങ്ങൾ നമ്മൾ നോക്കിയാൽ അപ്പോ അഥർവമാണ്, നമുക്കറിയാം അഥർവം, യജുർവേദം, സാമം, അതുപോലെ ഋഗ്വേദം എന്നിങ്ങനെ വേദങ്ങൾ നാലെണ്ണമുണ്ട്. നാലായിട്ടാണ് സംഹിതകൾ നമ്മൾ തിരിച്ചു വെച്ചിരിക്കുന്നത്. അതില് ഈ ഓരോ വേദങ്ങളെയും തന്നെ നമുക്ക് സംഹിതയായിട്ടും ജ്ഞാനകാണ്ഡമായിട്ടും തിരിക്കാം. ഒരു വേദത്തിനൊരു ആദ്യം ഒരു കർമ്മ സംഹിത ഉണ്ടാവും. ആ കർമ്മ സംഹിത കഴിയുമ്പോഴേക്കും അവിടെ അതിന് ബ്രാഹ്മണങ്ങളുണ്ടാവും. ആ ബ്രാഹ്മണങ്ങൾക്കകത്ത് ആരണ്യകങ്ങളുണ്ടാവും. ആരണ്യകങ്ങൾക്കകത്ത് ഉപനിഷത്തുക്കൾ ഉണ്ടാവും. ഇങ്ങനെയാണ് വേദത്തിന്റെ ഘടന എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ നോക്കുമ്പോൾ ഈ ഇപ്പൊ ഉദാഹരണത്തിന് തൈത്തരി, ഇപ്പോ യജുർവേദത്തിൽ തൈത്തരി, കൃഷ്ണ യജുർവേദത്തിനകത്ത് തൈത്തരീയം എന്ന് പറയുന്ന ബ്രാഹ്മണത്തിനകത്ത്, തൈത്തരീയം എന്ന് പറയുന്നത് ആരണ്യകത്തിനകത്താണ് തൈത്തരീയം എന്ന് പറയുന്ന ഉപനിഷത്ത്. തൈത്തരീയ ബ്രാഹ്മണം, അതിനകത്ത് തൈത്തരീയമായ ആരണ്യകം, അതിന്റെ അകത്തിലാണ് തൈത്തരീയ ഉപനിഷത്ത് വരുന്നത്. വേദത്തിന്റെ അന്തം ആയതുകൊണ്ട് അല്ലെങ്കിൽ അവസാന ഭാഗത്തായതുകൊണ്ട് കൂടിയാണ് ഉപനിഷത്തുക്കളെ നമ്മൾ വേദാന്തം എന്ന് വിളിക്കുന്നത്. അതേസമയം തന്നെ വേദങ്ങളുടെ അറിവിന്റെ അന്തം, അവസാന വാക്കായതുകൊണ്ട് കൂടിയാണ് നമ്മൾ വേദാന്തം എന്ന് ഉപനിഷത്തിനെ വിളിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോ അല്ലെങ്കിൽ കൂടെ ഉണ്ടോ? അപ്പൊ വേദാന്തം എന്ന് പറയുമ്പോൾ വേദത്തിന്റെ അവസാന വാക്ക് അല്ലെങ്കിൽ അറിവിന്റെ അവസാന വാക്ക് എന്ന അർത്ഥം കഴിയുന്നത്. എന്താണ് യജുസ്, യജുർവേദത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം ഋഗ്വേദമാണ് നമുക്ക് ലോകത്ത് തന്നെ കണ്ടെത്തിയിട്ടുള്ള ആദിമ ഗ്രന്ഥങ്ങളിൽ ഒന്ന്. ഋഗ്വേദമാണ് ഏറ്റവും പ്രാചീനമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഋഗ്വേദം. ഈ ഋഗ്വേദത്തിന് ശേഷമാണ് സാമം, യജുസ്, അഥർവം. എന്താണ് യജുർവേദം എന്ന് പറയുന്ന, യജുസ്, യജുർ എന്ന് പറയുന്നത് എന്താണ്? യജുർവേദം എന്ന് പറഞ്ഞാൽ എന്താണ്? യജ് എന്ന് പറയുന്നത് എപ്പോഴും കണക്ടിങ് വിത്ത് യജ്ഞം, യാഗം, യജ്ഞം, അതുമായിട്ട് കണക്ട് ചെയ്തതാണ് യജുസ്. അപ്പൊ യജ്ഞത്തെ കുറിച്ചുള്ള വേദം, യജ്ഞത്തെ കുറിച്ചുള്ള അറിവ്, രണ്ടർത്ഥം നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കണം. ഒന്ന്, കർമ്മകാണ്ഡത്തിൽ നമ്മൾ ജീവിതത്തില്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജ്ഞാനകാണ്ഡം എന്ന് പറയുന്നത് അറിവാണ്. അതിനകത്ത് ബ്രഹ്മം എന്താണ്, അല്ലെങ്കിൽ മായ എന്താണ്, പിന്നെ പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് ജ്ഞാനകാണ്ഡത്തിലാണ്. നമ്മുടെ മനസ്സെങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, ത്രിഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നു. ആത്മാവ് അല്ലെങ്കിൽ ജീവാത്മാവ്, ഇത്തരം കാര്യങ്ങളെല്ലാം ജ്ഞാനകാണ്ഡത്തിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ്, ഐഡന്റിറ്റി, ഞാൻ എന്താണ്, എന്റെ സ്വധർമ്മം, എന്റെ സ്വകർമ്മം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുമ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പുലർത്തേണ്ട കർമ്മങ്ങൾ, അവ എങ്ങനെ യജ്ഞരൂപത്തിൽ ചെയ്യാമെന്നൊരു മഹത്തായ സന്ദേശമാണ് ഈ വൈദിക കാലഘട്ടത്തെ മഹർഷിമാർ നമുക്ക് നൽകുന്നത്. കർമ്മം യജ്ഞരൂപത്തിൽ ചെയ്യുക. ഇത് നമ്മുടെ ഏറ്റവും ആദർശാത്മകമായ, അല്ലെങ്കിൽ നമ്മുടെ മഹർഷിമാർ ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയൊരു സന്ദേശമാണ്. ഇപ്പൊ നമ്മുടെ മഹാഭാരതത്തിൽ പറയില്ലേ, ഏതോ ധർമ്മസ്തോ ചെയ്യാന്ന് പറയില്ലേ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടെന്ന് പറയും. അത് ആരാരോട് പറഞ്ഞത്? ഗാന്ധാരി ദുര്യോധനോട് പറഞ്ഞതാണ് അല്ലേ. അമ്മ എന്നെ അനുഗ്രഹിക്കണം, ഞാൻ ജയിച്ചു വരാൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഗാന്ധാരി എന്ന രാജപത്നി കൂടെയാണ് അല്ലേ. അപ്പോ ആ രാജപത്നി എന്ന് പറഞ്ഞു, ആ മെച്ചൂരിറ്റിയിൽ നിന്നുകൊണ്ട്, ആ പക്വതയിൽ നിന്നുകൊണ്ട്, ആ മകനോടുള്ള മമതയ്ക്കപ്പുറം ധർമ്മത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഗാന്ധാരി പറഞ്ഞു, യഥോ ധർമ്മ തഥോ ജയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നീ തോക്കാനാണ് പോകുന്നത് പറഞ്ഞതിന്റെ വേറൊരു ഇൻഡയറക്റ്റ് മീനിങ് പറഞ്ഞതാണ് അല്ലേ.
എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ വിജയം ഉണ്ടാകും എന്ന് പറഞ്ഞു. ആ സന്ദേശം പോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശമാണ് ഇത് ജീവിതം യജ്ഞരൂപത്തിൽ ചെയ്യുക. യജുർവേദത്തിന്റെ ഏറ്റവും അവസാനം ആണ് നമ്മുടെ ആരാധനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, ഒരു ഉപനിഷത്തിനെ കുറിച്ച്, ഒരു ഉപനിഷത്തിലുള്ള ഒരു മന്ത്രത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ ധർമ്മം, ഈ ലോകത്തുള്ള നമ്മുടെ കോടാനുകൂടി ഗ്രന്ഥങ്ങളും തത്വങ്ങളും എല്ലാം നശിച്ചുപോയി, പുരാണങ്ങളെല്ലാം നശിച്ചുപോയി, വേദങ്ങളും ഉപനിഷത്തും എല്ലാം നശിച്ചു പോയാലും ഒരൊറ്റ ഗ്രന്ഥത്തിലെ ആദ്യത്തെ ഒരൊറ്റ മന്ത്രമുണ്ടെങ്കിൽ ഈ സനാതന ധർമ്മം നിലനിൽക്കുമെന്ന് പറഞ്ഞു. ഏതാണ് ആ മന്ത്രം എന്നറിയാമോ? അറിയാം. ഈശാവാസ്യമിതം സർവം തേന രക്തേന പുഞ്ചിത എന്ന് തുടങ്ങുന്ന ആ മന്ത്രം. അതായത് ആ ഈശാവാസ്യ ഉപനിഷത്ത് എന്ന് പറയുന്നതിനാണ് യജുർവേദം അവസാനിക്കുന്നത്. യജുർവേദത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഈശാവാസ്യമാണ്. ഈശാവാസ്യത്തിൽ ഇല്ലാത്തതൊന്നുമില്ല. ഈശാവാസ്യമിതം സർവം, ഇവിടെ എല്ലാം ഈശ്വരനാൽ കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു. എല്ലാം ഈശ്വരനാൽ കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു. തേന തെക്തേന ഭുഞ്ചീത, അതാണ് ഈ തത്വം. അതാണ് ത്യജിച്ചിട്ട് ഭുജിക്കുക. നിങ്ങൾ കർമ്മഫലം ആദ്യമേ തന്നെ എന്ത് ചെയ്യുക? ത്യജിക്കുക. ത്യജിച്ച ശേഷം ഭുജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മണ്യവാദികാലത്തെ മാമലേഷു ഗതാരനായ ഗീതയിൽ പിന്നീട് പറഞ്ഞത് തന്നെയാണ്. അതിന്റെ ഈശാവാസ്യത്തിന്റെ ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അത് പറയുന്നെങ്കിൽ ഒരുപാട് എന്റെ ഒരു പ്രഭാഷണ പരമ്പരയായിട്ട് തന്നെ മാറും. അതുകൊണ്ട് നമ്മുടെ പ്രധാന കണക്കാണ് വേറെ കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. യജുർവേദത്തിന്റെ ഏറ്റവും വലിയ അന്തസത്ത എന്ന് പറയുന്നത് തേന തെക്തേന ഭുഞ്ചിത എന്നൊരൊറ്റ മന്ത്രം പഠിച്ചു വെച്ചിരിക്കുക. ഇത് ഈശ്വരനാൽ ആപദമാണ് ഈ ലോകം, നിങ്ങൾ ത്യജിച്ച് ഭുജിക്കുക. ത്യജിച്ച് ഭുജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം യജ്ഞരൂപത്തിൽ ചെയ്യുക. ആത്മീയതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കർമ്മം യജ്ഞരൂപത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ, യജ്ഞം എന്നുള്ളതിന് നമ്മളൊരു കുറച്ച് പേരുടെ ചുറ്റിയിരുന്നുകൊണ്ട് ഇതിങ്ങനെ അങ്ങനെ അഗ്നിക്കതിങ്ങനെ കാണിക്കുന്ന ആചാരം മാത്രമല്ല, അതിനകത്തൊരു വലിയൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഓരോ മന്ത്രവും പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഇതം ന മമ ഇതം അഗ്നയേ സ്വാഹ, അല്ലെ? ഇത് എന്റേതല്ല, ഇത് ഞാൻ അഗ്നിക്ക് സമർപ്പിക്കുന്നു. ഈ ശരീരം അഗ്നിക്ക് സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ് അവസാനം അഗ്നിയെ നയേ ശുഭത, അല്ലെ? സുഭതാരായ എന്ന് പറയുന്നൊരു മന്ത്രമുണ്ട് അവസാനം, ഈശാവാസ്യത്തിന്റെ അവസാനം. അതിൽ എന്താ പറയുന്നത്? അഗ്നിയെ എന്നെ സുഭതങ്ങളിലേക്ക് നയിച്ചാലും എന്ന് പറയുന്നത് ഇതുവഴി നമ്മുടെ നല്ല റോഡിലൂടെ നടക്കാനല്ല പറഞ്ഞത്, മരിച്ച ശേഷം എന്റെ ആത്മാവിനെ നല്ല വഴികളിലൂടെ ഉത്തരായണത്തിലൂടെ നടത്തുക, കൃത്യമായ സ്ഥലങ്ങളിൽ പ്രാപിക്കുവാനുള്ള വഴി ഒരുക്കുക എന്ന് പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചാൽ യജ്ഞരൂപത്തിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വിപുലീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, പ്യൂരിഫൈഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇതം ന മമ ഇതം ന മമ, ഇത് എന്റേതല്ല, ഇത് എന്റേതല്ല, ഇതം അഗ്നയെ സ്വാഹ, ഇത് ഞാൻ അഗ്നിക്ക് സമർപ്പിക്കുന്നു. ഈ ഒരു തത്വം ആണ് യജുർവേദത്തിൽ യജസ് അല്ലെങ്കിൽ യജ്ഞം എന്നുള്ളതിന്റെ കൺസെപ്റ്റ്. അപ്പൊ അത് ശുക്ലമായിട്ട് കൃഷ്ണ എന്ന് പറഞ്ഞ രണ്ട് രീതിയിലുണ്ട്. അത് വെളുത്തത് കറുത്തത് എന്ന് പറയുന്ന അർത്ഥമേ ഉള്ളൂ. അതിനകത്ത് ഈ കൃഷ്ണപക്ഷ യജുർവേദത്തിൽ വരുന്ന യജുർവേദത്തിനകത്താണ് തൈത്തരീയ ഉപനിഷത്തൊക്കെ വരുന്നത്. തൈത്തരീയ ബ്രാഹ്മണവും തൈത്തരീയ ഉപനിഷത്തൊക്കെ വരുന്നത്. അവ്യക്തവും വ്യക്തവും എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിൽ ഇതിനെ പറയുന്നുണ്ട്. ശുക്ല യജുർവേദം കുറച്ചുകൂടെ വ്യക്തമാണ്, കൃഷ്ണ യജുർവേദം കുറച്ചുകൂടെ അസ്പഷ്ടമാണ്, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് അവ്യക്തതയുണ്ട് എന്നുള്ള രീതിയിലും ആണ് ഈ പേര് വന്നതെന്നും ഒരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ബാലസമയ സംഹിത എന്നും നമ്മൾ ഈ യജുർവേദത്തെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഇതിനകത്ത് ശുക്ല യജുർവേദത്തിൽ ഏതാണ്ട് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 1975 മന്ത്രങ്ങളെന്നുമാണ് ഉള്ളത്, 40 അധ്യായങ്ങളുടെ. അപ്പോ ആ യജുർവേദം നമുക്ക് ഇന്നിവിടെ കേൾക്കാൻ പോവുകയാണ്. എല്ലാവരും അതിന്റെ സാരാംശമായിട്ട് യജ്ഞത്തെ കുറിച്ച് ചിന്തിക്കുക. യജ്ഞത്തിന്റെ ആന്തരികമായ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതമാകുന്ന യജ്ഞമാണ്. ആ ജീവിതത്തെ യജ്ഞമായിട്ട് കരുതി ജീവിക്കുക എന്നുള്ളതായിരുന്നു ബ്രഹ്മത്തോടൊപ്പം സഞ്ചരിക്കുന്നവരും ബ്രഹ്മത്തെ അറിയുന്നവരുമായിട്ടുള്ള ബ്രഹ്മചാരികൾ. ബ്രഹ്മത്തെ ചാരിക്കുകയല്ല, ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തോടൊപ്പം ചരിക്കുന്നതാണ്. ചരിക്കുക നമ്മൾ സഞ്ചരിക്കുക, അയാളാണ് ബ്രഹ്മചാരി. അല്ലാതെ കൂടുതലിട്ടത് കൊണ്ട് മാത്രമല്ല ബ്രഹ്മചാരി, അല്ലേ?
അതൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തോടൊപ്പം ചരിക്കുന്നയാൾ ബ്രഹ്മചാരി. ഇനി ബ്രാഹ്മണൻ, ബ്രഹ്മത്തെ അറിയുന്നവൻ, അല്ലെ? ജന്മനാ ജായതേ ശൂദ്രഃ കർമ്മണ്യേ ബ്രാഹ്മണഃ. എല്ലാവരും ശൂദ്രന്മാരായിട്ട് ജനിക്കുന്നു, ബ്രാഹ്മണനായിട്ട് ചിലർ കർമ്മം കൊണ്ട് മാറുന്നു, അല്ലെ? എന്ത് വ്യക്തമായിട്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മളെല്ലാം പറയുന്നത് ചാതുർവർണ്ണ കൃഷ്ണൻ സൃഷ്ടിച്ചു, ജാതി വ്യവസ്ഥയൊക്കെ കാറ്റഗറൈസ് ചെയ്ത് എല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത് ഭഗവാനാണെന്നാണ് പറയുന്നത്. താഴ്ന്ന ബുദ്ധിയുള്ള ആൾക്കാരാണ് അതൊക്കെ ഉണ്ടാക്കി അതിനൊക്കെ ഈ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് പലതാക്കി മാറ്റിയത്. ജന്മനാ ജായതേ ശൂദ്രഃ കർമ്മണ്യേ ബ്രാഹ്മണഃ എന്ന് കൃത്യമായിട്ട് ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വ്യക്തിപരമായിട്ട് ഇതെനിക്ക് ഈ ഒരു അനുഭവം, ശാസ്ത്രയിലൂടെ ഇവിടെ എത്തിയ ഈ ഒരു അനുഭവം എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ നൊസ്റ്റാൾജിക്കും അതേപോലെ ആധുനികമുള്ളതുമായ ഒന്നാണ്. അതിന് കാരണം നിങ്ങളുടെ ആചാര്യനായ വൈദ്യനാഥൻ സാറ് വാസ്തവത്തിൽ എന്റെ സാറാണ്, എന്റെ അധ്യാപകനാണ്. അദ്ദേഹം എന്നെ ലിറ്ററേച്ചർ പഠിപ്പിച്ച അധ്യാപകനാണ്. ഏകദേശം എനിക്ക് 2 വർഷമോ 3 വർഷമോ അദ്ദേഹത്തെ പഠിപ്പിച്ചു. അതൊരു വളരെ ചില അധ്യാപകരെ നമ്മളെപ്പോഴും ഓർത്തു വയ്ക്കും. വൈദ്യനാഥൻ സാറിന് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇതാണ് ഇന്ന് ഇവിടെ വെച്ച് നമ്മൾ സാറിനെ കുറിച്ച് ചർച്ച ചെയ്യും, അല്ലേ? ആ സാറിന്റെ എന്റെ മനസ്സിൽ സാറിന്റെ ആ മുഖം കുറഞ്ഞ മെലിഞ്ഞ ആ ഒരു രൂപം ഓർമ്മ വരികയാണ്. സാറ് ക്ലാസ്സിലോട്ട് കയറി വരുമ്പോൾ ഞങ്ങള് അന്ന് 18 വയസ്സ് 19 വയസ്സുള്ള കുട്ടികൾ സാറിന്റെ ക്ലാസ് തുടങ്ങി 2 മിനിറ്റ് കഴിയുമ്പോൾ ചിരിക്കാൻ തുടങ്ങും. അടക്കി പിടിച്ചുള്ള ചിരിയാണ്. ആദ്യത്തെ കുറെ ദിവസം നിരന്തരമായ ചിരിയായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ അഡ്മിഷനും പുതിയ കുട്ടികൾ വരുമ്പോൾ അവരെല്ലാം സാറിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഭയങ്കര ചിരിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ സാറ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഷേക്സ്പിയറിന്റെ ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പാട്ട് രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ ഇംഗ്ലീഷാണ് ഷേക്സ്പിയറിന്റെ വളരെ കട്ടുകട്ടി ഇംഗ്ലീഷൊക്കെ അദ്ദേഹത്തിന് വളരെ വാൽപായസം എന്നൊക്കെ പറയുന്ന പോലെ വ്യത്യസ്തമാണ്. മാക്ബത്തിന്റെ ഡയലോഗ്സ്, അല്ലെങ്കിൽ ജൂലിയസ് സീസറിന്റെ ഡയലോഗ്സ്, ലേഡി മാക്ബത്ത് പറയുന്ന ഘോരമൊക്കെ പറയുന്ന ഒരു ചില ഡയലോഗുകളുണ്ട്. മാക്ബത്ത് ഈ ഡക്കനെ കൊന്ന ശേഷം ഇനി ഈ മാക്ബത്ത് പറയും, ഇനി ഈ കൈ ഈ 7 കടലിലുള്ള മുഴുവൻ വെള്ളവും കൊണ്ടുവന്ന് കഴുകിയാലും ശുദ്ധീകരിക്കപ്പെടില്ല എന്നൊക്കെ പറയുന്ന ആ മാസ് എന്തായാലും നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, മാസ് കാണിക്കുന്നത്, അങ്ങനത്തെ ഒരു വാക്ക് പറയാറുണ്ട്. ആ ഡയലോഗ്സ് എല്ലാം ഇദ്ദേഹം മുഴുവനും കാണാതെ പഠിച്ചു. അതിന്റെ ബേസ് എവിടെയാണെന്ന് ഇപ്പോൾ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ രീതിയിലൊരു വൈദിക പണ്ഡിതൻ എന്നൊക്കെ ഞാൻ ഓർത്തത് പിന്നീടാണ്. എന്തുകൊണ്ട് ഇത്രയും ഷാർപ്പായിട്ടുള്ള മെമ്മറി കിട്ടി? ഒരു സംശയവും വേണ്ട, അത് ഈ വാഗ്മയമാണ്. നമ്മൾ പഠിച്ച് ഈ ചൊല്ലി പഠിച്ച് അത് ഓർമ്മയിൽ സൂക്ഷിച്ച് വീണ്ടും ചൊല്ലി പഠിക്കുന്നതിന്റെ മെമ്മറിയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിന്റെ ഗുണം തന്നെയാണ്. ഇനിയുള്ള തലമുറകൾ ഇത് കിട്ടാൻ വളരെ പ്രയാസമാണ്. കാരണം ഒന്നും മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരവസ്ഥ വന്നിട്ടുണ്ട്. എന്ത് സെർച്ച് ചെയ്യണം എന്നുള്ളത് ഓർത്തെടുത്താൽ മതി, അല്ലെ? മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇനി ഒരു ആവശ്യം വരുന്ന ഒരു കാര്യമായിട്ട് ഇല്ലാതെ വരുന്നതുകൊണ്ട് ഇതിന്റെ എക്സാമിനേഷനും എല്ലാം അത് കുറച്ച് സമയം അങ്ങനെ മാറും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ചെയ്തെടുക്കാനുള്ള കഴിവ് മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു കാലത്ത് ഒന്നും എഴുതി വെക്കാതെ വെറും വാമൊഴിയായി മാത്രം പകർന്ന് പോയ വേദങ്ങൾ അതിന്റെ പരമ്പരാഗതമായ രീതിയിൽ പഠിച്ച ഒരു ഗുരു ആയതുകൊണ്ടാണ് അദ്ദേഹം ആ മെമ്മറി അദ്ദേഹത്തിന്റെ സബ്ജക്റ്റ് ലിറ്ററേച്ചർ അതിനകത്തും ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ വളരെ വലിയൊരു ഭാഗ്യമായിരുന്നു. അന്ന് കൂടെ പഠിപ്പിച്ച പല അധ്യാപകരും നമുക്ക് ഓർമ്മയില്ല, പക്ഷെ അദ്ദേഹത്തെ നമ്മൾ എല്ലാവരും ഓർത്ത് വെക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് അദ്ദേഹത്തെ ഒന്ന് റീക്യാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ റിക്കളക്ട് ചെയ്യാനായിട്ട് ഒരു പരിധിവരെ അദ്ദേഹത്തെ ഒന്ന് റിക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒക്കെ ശാസ്ത്ര കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും അവിടെ ഇരുന്നപ്പോൾ അന്ന് അദ്ദേഹവുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മെയിൻ സ്ട്രീം മറ്റൊന്നുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് എത്രത്തോളം ആഴത്തിൽ ഈ ഒരു സംഭാവന നിങ്ങളെ പോലെ എല്ലാവരെ നൽകിയതെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സംഭാവന. ഇനി നിങ്ങൾ ആ വിളക്ക് അടുത്ത തലമുറയ്ക്ക് തീർച്ചയായിട്ടും കൊടുക്കണം, ആ തലമുറയ്ക്ക് പകരണം. അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ ഈ വേദയാനത്തിന് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും
ശ്രീ ഋഷിയിൽ നിന്നുണ്ടാകും. ഇവിടെ നിന്ന് ഒരു മനോഹരമായ തുടക്കം ഉണ്ടാകട്ടെ. ആചാര്യന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടെ വന്നവർക്കും ഇനി നമുക്ക് കാത്തിരിക്കുന്ന ആ ഒരു മന്ത്രജ്വല്ലലിലേക്ക് കടക്കാം.